പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതി മൊഴിമാറ്റിയത് സമ്മർദ്ദം മൂലമെന്ന് അച്ഛൻ. പെൺകുട്ടി രാഹുലിന്റെ വീട്ടുകാരുടെ കസ്റ്റഡിയിലാണ്. ഇന്നലെയാണ് മകളെ കാണാനില്ല എന്ന് അറിഞ്ഞത്. ശനിയാഴ്ച വരെ മകളുമായി സംസാരിച്ചിരുന്നു എന്നും യുവതിയുടെ അച്ഛൻ പ്രതികരിച്ചു. അവളിങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതിന്റെ പിന്നിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ രാഹുലിന്റെ ഭാഗത്ത് നിന്നും ഉള്ളവരുടെ സമ്മർദ്ദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ അവൾ പറയില്ല. ഭീഷണിയും ഒരുപക്ഷെ അവൾക്കുണ്ടായിട്ടുണ്ടാവാം. ഞങ്ങൾ 12-ാം തീയതി അടുക്കള കാണൽ ചടങ്ങിന് 26 പേരാണ് പോകുന്നത്. അതിൽ 6-7 കുട്ടികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മുതിർന്നവരാണ്. അവരിത് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതായത് തലയിലെ മുഴ, പിന്നെ കഴുത്തിൽ മുറുക്കിയ പാടുകൾ, മൂക്കിൽ നിന്ന് രക്തം വാണതിന്റെ അടയാളങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ കണ്ട് വാവിട്ട് കരഞ്ഞു, സ്ത്രീകൾ ഉൾപ്പെടെ. അങ്ങനെ അവളോട് ചോദിച്ചപ്പോഴാണ് അവൾ ഈ സംഭവങ്ങൾ മുഴുവനും പറയുന്നത്. അവൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾ നേരിട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങൾ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. ഇത് ഡോക്ടർക്കും അറിയാം. ഡോക്ടറുടെ മൊഴിയെടുത്തിട്ടുള്ളതല്ലേ. 3 ഡോക്ടർമാരുടെ, ഫറൂഖ് താലൂക്ക് ആശുപത്രി, പിന്നെ അവിടെ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ, പിന്നെ ഇവിടെ വടക്കൻ പറവൂരി ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി, ഇതെല്ലാം പോലീസ് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഡോക്ടേഴ്സിന്റെ ആ റിപ്പോർട്ടിൽ അതുണ്ട്. അതാണ്. അപ്പൊ പിന്നെ ഇത്തരം സംഭവിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ മൊഴിമാറ്റി പറയണമെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് സമ്മർദ്ദത്തിന് വഴങ്ങി, അവൻ രക്ഷപ്പെടാൻ വേണ്ടി സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളതാണ്. അതായത് അവൾ പറഞ്ഞതിന്റെ, ഞങ്ങളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുന്നത്. അവൾ പോലീസ് സ്റ്റേഷനിൽ അവളും പറഞ്ഞിട്ടുള്ള പരാതി. അപ്പൊ ഇപ്പോൾ ഈ മിസ്സായതിനു ശേഷമാണല്ലോ അവൾ ഇപ്പോൾ ഇങ്ങനെ മറിച്ചു വരികയാണ്. അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അവര് ശരിക്കും ഇവിടെ സമ്മർദ്ദത്തിന് വിധേയമാക്കി അല്ലെങ്കിൽ ഭീഷണിക്ക് വിധേയമാക്കി പറയിപ്പിച്ചത് തന്നെയാണ്. അതേസമയം പരാതിയില്ല എന്ന് യുവതി സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. എന്നാൽ യുവതിയുടെ മൊഴിമാറ്റം അന്വേഷണത്തെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. പരാതിക്കാരിയെ സമ്മർദ്ദം ചെലുത്തി മൊഴി മാറ്റിയതാകാം എന്നാണ് നിഗമനം. ഇന്നലെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ആണ് യുവതി മലക്കം മറിഞ്ഞത്. ഒരു മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇപ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതത്തിനെ ജീവിച്ചു തീർക്കേണ്ടി വരും. സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റൂ. പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോടെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എനിക്കിതിനൊന്നും താല്പര്യമില്ല. അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും, ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറിക്കെന്ന് പറഞ്ഞതും, അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്ത് പറയണം, ആരുടെ കൂടെ നിൽക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത്. ഭയങ്കര ഷോക്ക്ഡായിരുന്നു. അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത്. അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു. ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു പോയി. ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് രാഹുലേട്ടനെ കുറിച്ച്
ആവശ്യമില്ലാത്ത കുറേ അധികം നുണകൾ എനിക്ക് പറയേണ്ടി വന്നു. അറിയില്ല, ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലേട്ടനെ. ആരുടെയും ഭീഷണി പ്രകാരമൊന്നുമല്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ റിലീസ് ചെയ്തത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ്. ഒരു സമാധാനം കിട്ടുന്നില്ല. മൊത്തത്തിലൊരു പ്രഷർ കാരണം എനിക്ക് എന്താ പറയുക, എല്ലാവരിൽ നിന്നും കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ തോന്നി. അതുകൊണ്ടാണ്. ഇനിയെങ്കിലും എനിക്കറിയാം ഒത്തിരി ലേറ്റായി പോയി എന്ന്. ഈ ഒരു സ്റ്റേജിലെങ്കിലും എനിക്ക് സത്യങ്ങൾ എന്താണെന്ന് തുറന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് മാറി നിന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് സത്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ റിലീസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എനിക്ക് അവിടെ നിന്നൊരു വധഭീഷണി പോലും ഉണ്ടായതാണ്. സോ നല്ല പ്രഷർ കൊണ്ടിട്ടാണ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിന്നൊരു വീഡിയോ റിലീസ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമൊഴി കൊടുക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, അന്ന് പോലും സത്യങ്ങൾ തുറന്ന് പറയണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ സത്യം എല്ലാവരോടും പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് ആ രഹസ്യമൊഴിയുടെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും പോലും ഉണ്ടായത്. അതിൻ്റെ തലേ ദിവസം പോലും ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ എന്തായാലും മൊഴി കൊടുക്കുമ്പോൾ എൻ്റെ ലാസ്റ്റ് മൊഴിയിൽ ഞാൻ സത്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പക്ഷേ അന്ന് രാത്രി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിലെ അച്ഛൻ ഒരു സൂയിസൈഡ് ടെൻഡൻസി അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായി. അതെനിക്ക് നേരിട്ട് കാണേണ്ടി വന്നു. ആ ഒരു സമയത്ത് സത്യമായിട്ടും പേടിച്ചു അച്ഛൻ എന്തെങ്കിലും ചെയ്ത് കളയുമെന്ന്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേജിൽ പോലും എനിക്ക് എന്താ പറയുക, സത്യം തുറന്ന് പറയാൻ പറ്റാഞ്ഞത്. ആ ഒരു തലേ ദിവസം പോലും ഒരു വക്കീലിനോട് ഞാൻ സംസാരിച്ചിരുന്നു. എൻ്റെ വീട്ടിലന്ന് രാത്രി ഒരു വക്കീൽ വന്നായിരുന്നു. അവരോട് ഞാൻ സത്യങ്ങൾ തുറന്ന് പറഞ്ഞു. കാരണം ആരോടെങ്കിലും തുറന്ന് പറഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് എനിക്ക് പറയാനായിട്ട്. പക്ഷെ അവർ പോലും പറഞ്ഞത്, ഞാൻ സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, സോ അത് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്താണ് ആ ഒരു സമയത്ത് പോലും എനിക്ക് സത്യം എന്താണെന്ന് മജിസ്ട്രേറ്റിനോട് തുറന്ന് പറയാൻ പറ്റാഞ്ഞത്. പല സ്റ്റേജിലായിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ പോലും അവിടെ വെച്ചും ഞാൻ റിലേറ്റീവ്സിനോടും എൻ്റെ ഫാമിലിയോടും എല്ലാവരോടും പറഞ്ഞു എനിക്ക് സത്യം ഇനിയെങ്കിലും പറയണം. പക്ഷേ ആരും കൂടെ ഉണ്ടായില്ല. എന്താ പറയുക, സത്യം തുറന്നു പറയാനായിട്ട് ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല. ഒറ്റയ്ക്ക് തന്നെ, അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് മാറി നിന്നിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ACPനെ വിളിച്ചായിരുന്നു. സാറിനോട് ഞാൻ സത്യങ്ങളെല്ലാം പറഞ്ഞു. സാറിനോടെങ്കിലും തുറന്നു പറയണമെന്ന് തോന്നി. പക്ഷേ ഈ ഒരു കേസ് കാരണം 2 പോലീസുകാരുടെ അവർക്ക് സസ്പെൻഷൻ കൊടുത്തൊരു കേസാണ്. സോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. പലപ്പോഴും പലരോടായിട്ടും കോണ്ടാക്ട് ചെയ്ത് എനിക്ക് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫോൺ പോലും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഒരു രീതിയിൽ എനിക്ക് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു രീതിയിൽ ആരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. ഞാൻ സേഫാണ്, എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയം യുവതിയെ കാണാനില്ലെന്ന് അച്ഛൻ നൽകിയ പരാതിയിൽ വടക്കേക്കര പോലീസ് എടുത്ത കേസ് തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസിന് കൈമാറും. പെൺകുട്ടിയെ കാണാതായത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ആയതിനാൽ ആണ് കേസ് കൈമാറുന്നത്. യുവതിയെ തടങ്കലിൽ വെച്ചിട്ടില്ല എന്നും എവിടെയെന്ന് അറിയില്ല എന്നുമാണ് രാഹുലിന്റെ വീട്ടുകാർ വ്യക്തമാക്കിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറും ആജ്ഞ രവീന്ദ്രനുമാണ് ചേരുന്നത്. ആദ്യം അനീഷിലേക്ക്. അനീഷ്, ഇതിലിപ്പോൾ ഏറ്റവും പുതിയ സംഭവം എന്നത് അച്ഛൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു. അച്ഛൻ പെൺകുട്ടി പറയുന്നതെല്ലാം നിഷേധിക്കുകയാണ്. ഒരു തരത്തിലുമുള്ള സമ്മർദ്ദം തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. മറിച്ച് രാഹുലിൻ്റെ കുടുംബം ആണ്, അല്ലെങ്കിൽ രാഹുലിൻ്റെ ആളുകളോ ആണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ കുറിച്ച് പറയിപ്പിക്കുന്നത് എന്നാണ്. തീർച്ചയായും ആദ്യം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു എന്നത് വസ്തുതയാണ്. കാരണം ആദ്യം പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ
പരാതി നൽകാൻ പോകുമ്പോൾ തന്നെ ഈ യുവതി ഈ രാഹുലുമായി വളരെ അടുപ്പം കാണിച്ചിരുന്നു എന്നാണ് അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ പറഞ്ഞത്. വളരെ ചിരിച്ചു കളിച്ചുമൊക്കെയാണ് ഇരുവരും ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മറുവശത്ത് യുവതിയുടെ കുടുംബം അങ്ങേയറ്റം ക്ഷുഭിതരായ അവസ്ഥയിലുമായിരുന്നു. എന്തായാലും ആദ്യ ദിനം തന്നെ ഈ ദമ്പതികൾ തമ്മിൽ ഒരു അകൽച്ച ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നെങ്കിൽ പോലും അവർ വീണ്ടും ഒത്തുചേരുന്നു എന്നതിൻ്റെ ചില സൂചനകൾ നൽകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേസിനെ ലഘുവായി കണ്ടിരുന്നതെന്നാണ് അന്നത്തെ പോലീസുകാരടക്കം പറഞ്ഞത്. അതുകൊണ്ടാണ് ഗൗരവമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി അന്ന് കേസെടുക്കാതിരുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് യുവതി കൂടുതൽ കടുപ്പിച്ച മൊഴിയുമായി രംഗത്തെത്തി, തന്നെ വധിക്കാനുള്ള ശ്രമം നടത്തിയെന്ന പോലും പറഞ്ഞു. പിന്നീട് ഈ സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം പീഡിപ്പിച്ചു എന്നീ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. ഇതേ തുടർന്നാണ് കേസ് കൂടുതൽ സംഭവമുള്ളതായി മാറുകയും പന്തിരാങ്കോ പോലീസ് സ്റ്റേഷനിലെ 2 പോലീസുകാർക്ക് SHO അടക്കം 2 പേർക്ക് സസ്പെൻഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് കേസിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഏതാണ്ട് അവസാന 2 ആഴ്ചകളിൽ ഈ രാഹുലുമായി ഈ യുവതി നിരന്തരം ആശയവിനിമയം നടത്തിയെന്ന ചില വിവരങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിരുന്നു. ഇരുവരും തമ്മിൽ പതിവായി മൊബൈൽ ഫോൺ ചാറ്റുകൾ മറ്റുമുണ്ടായിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ പൂർണ്ണമായും രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് കുടുംബത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ യുവതി ഇപ്പോൾ രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം ഈ ഒരു സത്യവാങ്മൂലം പോലീസിന് നൽകുന്നു, ഈ നിലവിലുള്ള പരാതി പിൻവലിക്കുന്നതിനുള്ള അപേക്ഷയും നൽകുകയും ചെയ്യുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തി പോലീസ് പെൺകുട്ടിയുടെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം 3 ആശുപത്രിയിലെ ഡോക്ടർമാർ, ഫാറൂഖ് ആശുപത്രി ഡോക്ടർ, ബേബി മെമ്മോറിയൽ ആശുപത്രി ഡോക്ടറൊപ്പം വടക്കം പറവൂർ ആശുപത്രി ഡോക്ടർ, 3 ഡോക്ടർമാരും ക്രൂരമായ മർദ്ദനത്തിന് ഈ പെൺകുട്ടി ഈ യുവതി ഇരയായി എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ വാഹനത്തിൽ രാഹുലിൻ്റെ വാഹനത്തിൽ നിന്നും ഈ പെൺകുട്ടിയുടെ നിന്ന് കരുതുന്ന രക്തക്കറ കണ്ടെത്തിയിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുന്ന CCTV ദൃശ്യങ്ങളുണ്ട്. ആ സമയത്തൊക്കെ രക്തം വാർന്നു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ പെൺകുട്ടി ഉണ്ടായിരുന്നത്. എന്തായാലും ക്രൂരമായ ഒരു മർദ്ദനത്തിന് പെൺകുട്ടി ഇരയായി എന്ന് പോലീസ് അന്വേഷണത്തിൽ ഇതിനകം തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് പരാതിക്കാരി പരാതിയില്ല എന്ന് പറഞ്ഞ് പിന്മാറിയാലും അതീവ ഗൗരവതരമായ കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ അത് നിലനിൽക്കും. അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒപ്പം പ്രതിയായ രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിൽ നേരത്തെ തന്നെ പോലീസ് ഊർജിതമായി നടത്തുന്നതിനിടെ പ്രതി വിദേശത്തേക്ക് കടന്നു കളയുകയും ചെയ്തിരുന്നു. രാഹുലിനെ കണ്ടെത്തുന്നതിനായുള്ള ബ്ലൂ കോർണർ നോട്ടീസ് ആദ്യം പുറത്തിറക്കി. ഇതിന് തുടർച്ചയായി റെഡ് കോർണർ നോട്ടീസ് ഇറക്കാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് കൈക്കൊണ്ടുവരികയാണ്. ഇത് അങ്ങേയറ്റം സങ്കീർണമായൊരു നടപടിക്രമമാണ്. കുറ്റപത്രമടക്കം സമർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇതുമായി മുന്നോട്ട് പോകാൻ പോലീസിന് കഴിയുകയുള്ളൂ. എന്തായാലും അത്തരം നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു. നിലവിൽ എന്തെങ്കിലും പ്രലോഭനത്തിനോ സമ്മർദ്ദത്തിനോ വഴങ്ങിയാവാം ഇത്തരമൊരു മൊഴിമാറ്റം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പിന്മാറ്റം മലക്കുമറിച്ചിൽ എന്ന രീതിയിൽ ഈ യുവതി എത്തിയിരിക്കുന്ന എന്നൊരു കണക്കൂട്ടലുമാണ് പോലീസിനുള്ളത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്യും. ഈ യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത് പന്തീരാങ്കാവിലുള്ള രാഹുലിൻ്റെ കുടുംബം ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും പാർപ്പിച്ചിരിക്കുന്നു, അവരുടെ കസ്റ്റഡിയിലാണ് ഈ യുവതി എന്നാണ്. പക്ഷേ കുടുംബം ഇക്കാര്യം പൂർണ്ണമായും നിഷേധിച്ചു. തങ്ങൾ യുവതിയെ ഇതിനു ശേഷം കണ്ടിട്ടില്ല, യുവതിയുമായി ആശയവിനിമയം നടത്തുന്നില്ല എന്നൊക്കെ അവർ പറയുന്നു. ഒപ്പം പക്ഷേ അപ്പോഴും വലിയ ആശയക്കുഴപ്പമാണല്ലോ അനീഷ് ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇതേ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ രാഹുലിനെ സഹായിച്ചു എന്ന് പറയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, സിവിൽ പോലീസ് ഓഫീസർ KT ശരത് ലാൽ, അദ്ദേഹം പിന്നീട് മുങ്ങിയ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനുശേഷം ജാമ്യാപേക്ഷ നൽകി കോടതിയെ സമീപിച്ചു. കോടതി പിന്നീട് സ്റ്റേഷൻ ജാമ്യം എടുത്തുകൊള്ളൂ എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ശരത് ലാലിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും എന്ന് അറിയാൻ സാധിക്കുന്നു. 1-ാം പ്രതിയായിട്ടുള്ളത് രാഹുലാണ്. രാഹുൽ ഇപ്പോൾ വിദേശത്താണുള്ളത്. പക്ഷേ മറ്റ് ഉള്ള ആളുകളെ, അതായത് രാഹുലിൻ്റെ അമ്മ ഉഷാകുമാരി, സഹോദരി കാർത്തിക, ഡ്രൈവർ രാജേഷ് ഉൾപ്പെടെ ഉള്ളവരെ പ്രതി ചേർത്തുകൊണ്ടുള്ള കുറ്റപത്രമാണ് സമർപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മൊഴിമാറ്റം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പോലീസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിലയിരുത്തൽ എന്താണ്? നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കാനുണ്ടാകുന്ന പശ്ചാത്തലം എന്ത് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം.
അഭിലാഷ്, ഇത്തരം ഗൗരവതരമായ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിൽ നൽകുന്ന മൊഴിക്കപ്പുറം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലുള്ള രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്ന ഒരു നടപടിക്രമമുണ്ട്. അത് പലപ്പോഴും ഇത്തരത്തിൽ ഈ പരാതിക്കാർ മൊഴിയിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ടെന്ന് പോലീസിന് മനസ്സിലാകുമ്പോൾ തന്നെയാണ് ഇത്തരമൊരു രഹസ്യമൊഴി രേഖപ്പെടുത്തുക. എന്തായാലും കേസിന്റെ തുടർ നടപടികളിൽ മുന്നോട്ടുള്ള പോക്കിൽ ഈ രഹസ്യമൊഴി തന്നെയാവും ആധികാരിക രേഖയായി മാറുക. പിന്നീട് നൽകുന്ന വാക്കാൽ നൽകുന്ന മൊഴിയോ അല്ലെങ്കിൽ പുറത്തുവിടുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒന്നുമല്ല അതിൽ ആധികാരിക രേഖയായി മാറുന്നത്. ആധികാരികത രേഖയായി മാറുന്നത് ഈ രഹസ്യമൊഴി തന്നെയാണ്. അത് പൂർണ്ണമായും ഈ രഹസ്യമൊഴി എടുക്കും മുമ്പ് മജിസ്ട്രേറ്റ് ഈ എടുക്കുന്നവരോട് ചോദിക്കും, നിങ്ങളുടെ സ്വമേധയാ സ്വന്തം അറിവും ഇച്ഛയും ഒക്കെ അനുസരിച്ച് മറ്റാരുടെയെങ്കിലും പ്രേരണയ്ക്കൊന്നും വഴങ്ങിയല്ലോ ഇത്തരം മൊഴി നൽകുന്നതെന്ന് കൃത്യമായി ചോദിക്കും. അതുകൊണ്ട് അത്തരത്തിൽ രേഖപ്പെടുത്തുന്ന മൊഴിക്ക് അതിൻ്റെ ഒരു ആധികാരികതയുണ്ട്. ആ ആധികാരികതയിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം പിന്നീട് ഈ പെൺകുട്ടി സത്യവാങ്മൂലം നൽകുന്നു. മാത്രമല്ല നമ്മൾ വീഡിയോയിലടക്കം കേട്ടതാണല്ലോ അനീഷ, അങ്ങനെ ഒരു രഹസ്യമൊഴി എടുക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതാണ്. അവിടെ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അച്ഛൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, കുടുംബം ഒന്നാകെ സമ്മർദ്ദം ചെലുത്തി. രഹസ്യമൊഴി അങ്ങനെ മാത്രമേ തനിക്ക് നൽകാൻ സാധിക്കുമായിരുന്നുള്ളൂ. പിന്നീട് കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ മൊഴി നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതൊരു പക്ഷേ കോടതിയിലേക്ക് കടക്കുമ്പോഴോ വിചാരണയൊക്കെ ആയിരിക്കാം ആ പെൺകുട്ടി ഉദ്ദേശിക്കുന്നത്. ആ ഘട്ടത്തിൽ താൻ എല്ലാം സത്യവും പറയുമെന്ന് കുടുംബത്തെ തന്നെ അറിയിച്ചതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് പോലീസിനെയും വല്ലാതെ കുഴയ്ക്കുന്ന ഒന്നായി മാറുകയാണോ? അവർക്കിപ്പോൾ എങ്ങനെയാണ് ഇതിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന ആശയക്കുഴപ്പമുണ്ടാകുമോ? കാരണം തുടക്കത്തിലൊരു പരാതിയുമായി വന്നപ്പോൾ ഇതേ പോലീസിന് തന്നെ തോന്നിയതാണ് ഈ പരാതി അത്രമേൽ ശക്തമല്ല എന്ന്. അതുകൊണ്ടാണല്ലോ വലിയ നടപടികളിലേക്ക് പോകാതിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഉദ്യോഗസ്ഥർ നടപടി നേരിട്ടത്. പിന്നീട് ഉദ്യോഗസ്ഥർ ഊർജിതമായ അന്വേഷണം നടത്തുന്നു, ഈ പറഞ്ഞതുപോലെയുള്ള നടപടികളിലേക്ക് പോകുന്നു. ഇപ്പോഴിതാ പെൺകുട്ടി വീണ്ടും നിലപാട് മാറ്റുന്നു. അഭിലാഷ്, പോലീസിന് ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പവും ഇല്ല എന്നാണ് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കൃത്യമായ രഹസ്യമൊഴി പോലീസിൻ്റെ കൈവശമുണ്ട്. അതിനുമുമ്പ് പോലീസിനോട് നൽകിയ മൊഴിയുമുണ്ട്. ഒപ്പം ഈ അടുക്കള കാണൽ ചടങ്ങിനായി ഈ വീട്ടിലെത്തിയ സാക്ഷികളായ ആളുകൾ, ബന്ധുക്കളടക്കമുള്ള ആളുകളുണ്ട്. അവർ അന്ന് പെൺകുട്ടിയുടെ അവസ്ഥ നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. എത്രമാത്രം അവശയായിരുന്നു, എന്തൊക്കെ പരിക്കുകളുണ്ടായിരുന്നു, ഏതൊക്കെ തരത്തിലുള്ള രക്തമൊഴുകുന്ന അവസ്ഥയുണ്ടായിരുന്നു, ഇക്കാര്യങ്ങളൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. ഒപ്പം ഈ സംഭവം നടന്ന ശേഷം ആശുപത്രിയിൽ ഈ കുട്ടിയെ കൊണ്ടുപോയിരുന്നു. അന്നെടുത്ത ചിത്രങ്ങളുണ്ട്. ആശുപത്രിയിൽ ഈ യുവതിയെ പരിശോധിച്ച ഡോക്ടർമാരുണ്ട്. 3 ഡോക്ടർമാരുടെ, ഫാറൂഖ് ആശുപത്രിയിലെയും ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെയും പറവൂരിലെ ആശുപത്രിയിലെയും 3 ഇടങ്ങളിലെ ഡോക്ടർമാരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അവരൊക്കെ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചു എന്ന രീതിയിൽ തന്നെയാണ്. അത്തരത്തിലെ പരുക്കളുടെ അടയാളങ്ങൾ ശരീരത്തിലുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് ഈ രാഹുലിന്റെ കാറ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ കാറിനുള്ളിൽ ഈ യുവതിയുടേതെന്ന് സംശയിക്കുന്ന രക്തക്കറ കണ്ടെത്തിയിരുന്നു. അത് ഫോറൻസിക് പരിശോധനയുടെ വിശദമായ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും നേരാണ്, അത് നിജമാണ് എന്ന് തെളിയിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതിൽ ശാസ്ത്രീയമായ അന്വേഷണം തന്നെ നിർണായകവും. അതിൽ ഈ പിന്മാറുന്നത് ഇരയാണോ അല്ലെങ്കിൽ ഈ പരാതിക്കാരിയാണോ എന്നൊന്നും പ്രസക്തമല്ല എന്നാണ് മുമ്പുള്ള പല കേസുകളും ചൂണ്ടിക്കാട്ടി തന്നെ പോലീസ് പറയുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ചും ഗാർഹിക പീഡനമോ അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ പലപ്പോഴും ഇത്തരം സംഭവിക്കാറുണ്ട്. കാരണം ആദ്യത്തെ ഒരു ആവേശം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രതികാര ബുദ്ധിയൊക്കെ പലപ്പോഴും ഈ ഇരയ്ക്ക് അല്ലെങ്കിൽ ഈ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിനൊക്കെ കാണാതിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കേസ് നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള താല്പര്യം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ അതുകൊണ്ടൊന്നും ഈ കുറ്റകൃത്യം ഇല്ലാതാവുന്നില്ല. കാരണം യുവതിയെ ക്രൂരമായി മർദ്ദിച്ചതോ അല്ലെങ്കിൽ ബെൽറ്റ് കഴുത്തിൽ മുറുക്കി, ചാർജർ കഴുത്തിൽ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചതോ ഇക്കാര്യങ്ങളൊന്നും ഇല്ലാതാവുന്നില്ല. ഇരുവരും തമ്മിലുള്ള പരാതിയും പരിഭവങ്ങളും ഒക്കെ ഒരുപക്ഷെ മാറി ജീവിതത്തിൽ ഒന്നാവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ പോലും ഈ കുറ്റകൃത്യം അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം ഈ കുറ്റകൃത്യം നടന്നു എന്ന് തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകളും ഇതിനകം പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. അഭിലാഷ്, ഇപ്പോൾ ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, നേരത്തെ നിരവധിയായ സംഭവങ്ങൾ കേരളത്തിന്റെ മനസാക്ഷിയെ നടുക്കിയ സംഭവങ്ങളാണ്. അതിപ്പോൾ വിസ്മയയുടെ മരണമാകട്ടെ, ഉത്തരയുടെ കൊലപാതകം ആകട്ടെ, അങ്ങനെയൊന്ന് പന്തീരാങ്കാവിലും സംഭവിക്കാതിരിക്കുന്നു എന്നതിൽ വലിയ ആശ്വാസത്തിൽ ആയിരുന്നു മലയാളികൾ. പ്രത്യേകിച്ച് കൊലപാതക ശ്രമം നടന്നു, അതിക്രൂരമായി നവവധു ഭർത്താവിനാൽ ആക്രമിക്കപ്പെടുന്നു, ബെൽറ്റ് കൊണ്ട് മർദ്ദിക്കുന്നു,
കഴുത്തിൽ കേബിൾ കൊണ്ട് കുരുക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇതെല്ലാം മലയാളികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആ പെൺകുട്ടിക്ക് വലിയ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. എന്നാൽ ഇപ്പോൾ അതേ പെൺകുട്ടി തന്നെ നിലപാട് മാറ്റുകയാണ്. സ്വാഭാവികമായും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് പോലും ഇതിൽ ആശയക്കുഴപ്പമുണ്ടാകും, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത്. പക്ഷേ ആ കുടുംബം എന്താണ് പറയുന്നത്, ആ പെൺകുട്ടിയുടെ കുടുംബം പറയുന്നതിൽ വ്യക്തതയുണ്ടോ? പ്രത്യേകിച്ച് പെൺകുട്ടിയെ മർദ്ദിച്ച തരത്തിലാണ് കണ്ടത്. അവരോടൊപ്പം 10-20 പേർ ഉണ്ടായിരുന്നു. അതിൽ 10-12 പേർ മാത്രമാണ് കുട്ടികൾ. മറ്റെല്ലാവരും ഈ മർദ്ദനമേറ്റ പെൺകുട്ടിയെ ഈ വീട് കാണൽ ചടങ്ങിന് എത്തിയപ്പോൾ കണ്ടതാണ് എന്നതടക്കമാണല്ലോ അച്ഛൻ പറയുന്നത്. അഭിലാഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ പെൺകുട്ടിക്ക് മർദ്ദനമേറ്റു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം തൊട്ടടുത്ത ദിവസം നമ്മൾ അവരുമായി അഭിമുഖം നടത്തിയിരുന്നതാണ്. അതുമായി ക്രൂരമായ മർദ്ദനത്തിന് ഇരയായതിൻ്റെ എല്ലാ തെളിവുകളും അവരുടെ മുഖത്തും കഴുത്തിലുമൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും നമ്മൾ പുറത്തുവിട്ടതാണ്. മാസ്ക് ചെയ്തിട്ടാണെങ്കിൽ കൂടിയും ആ ചിത്രങ്ങളൊക്കെയും എല്ലാ മീഡിയയുടെയും കയ്യിലുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മർദ്ദനമേറ്റിട്ടില്ല, ക്രൂരമായ മർദ്ദനമല്ല, ഒന്ന് തല്ലിയതേ ഉള്ളൂ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമല്ല. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഗാർഹിക പീഡനമാണ്, അത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് അതുമായി സ്വമേധയാ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും മുന്നിലുണ്ട്. ഈ പെൺകുട്ടി മൊഴി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് അച്ഛൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്: രാഹുലിന്റെ വീട്ടുകാർ അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെട്ട ആളുകൾ അവളെ കസ്റ്റഡിയിൽ വെച്ചിട്ട് നിർബന്ധിച്ച് പറയുന്നതാകാം. സമ്മർദ്ദം കൊണ്ടായിരിക്കാം പെൺകുട്ടി ഒരു പക്ഷേ അങ്ങനെ സംസാരിക്കുന്നതെന്നാണ് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പെൺകുട്ടിയുടെ പിതാവ് ഈ കൂടുതൽ സംശയമുണ്ടാക്കുന്നത്. അതായത് മറ്റ് വിഷയങ്ങളിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉത്തരയുടെ സംഭവമാകട്ടെ അല്ലെങ്കിൽ വിസ്മയൊക്കെ ആകട്ടെ, അവിടെ ആ പെൺകുട്ടിയുടെ കുടുംബം കൃത്യമായ ഒരു കരുതൽ നടത്തിയോ എന്ന് നമുക്ക് സംശയമുണ്ട്. ഇത്തരത്തിൽ പരാതികൾ പറഞ്ഞിരുന്നു എന്ന വിസ്മയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ പക്ഷേ വിസ്മയുടെ കുടുംബാംഗങ്ങളെല്ലാം അത് ഒത്തുതീർത്തു പോകട്ടെ, അഡ്ജസ്റ്റ് ചെയ്ത് പോകൂ എന്ന് വിസ്മയെ നിർബന്ധിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതിലങ്ങനെയല്ല. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ, വീട് കാണൽ ചടങ്ങിന് ചെന്നതാണ്. അപ്പോഴാണ് മകൾ ആക്രമിക്കപ്പെട്ടു എന്ന് തോന്നുന്നത്. ആ നിമിഷം തന്നെ മകളെ സ്വന്തം വീട്ടിൽ എത്തിച്ചു. അവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ കൃത്യമായൊരു കരുതലുണ്ടായിരുന്നു ആ കുടുംബത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെയൊരു കരുതലുണ്ടായ കുടുംബത്തെക്കുറിച്ച് ഈ ദിവസങ്ങൾ മാത്രമാണല്ലോ ഈ വിവാഹം കഴിഞ്ഞിട്ടായിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി മകൾ മുഴുവനായും മാറ്റി പറയുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? അങ്ങനെയാണോ അച്ഛൻ പറയുന്നത്? എങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് ഇവരുമായൊക്കെ ബന്ധപ്പെടാൻ വീണ്ടും അവസരം ഒരുങ്ങിയത്? ഇവരുടെ നിരീക്ഷണത്തിനപ്പുറത്തേക്ക് പെൺകുട്ടി എങ്ങനെയാണ് പോയത്? പെൺകുട്ടി ജോലിയിൽ ജോയിൻ ചെയ്തിരുന്നു അഭിലാഷ്. ഇതുമായി ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞ ശേഷം, വിവാഹത്തിന്റെ ലീവുമൊക്കെ കഴിഞ്ഞ ശേഷം പെൺകുട്ടി ജോലിയിൽ തിരിച്ച് ജോയിൻ ചെയ്യുന്നത് ടെക്നോ പാർക്കിൽ ടാറ്റ AG എന്ന കമ്പനിയിലാണ് അവർ ജോലി ചെയ്യുന്നത്. അതുമായി അവിടുത്തെ എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയറാണ്. ഈ ജോലിയുമായി ബന്ധപ്പെട്ട് അവർ തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുകയും, അതായത് ജൂൺ 3-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള തീയതികളിൽ ആ പെൺകുട്ടി ലീവിന് അപേക്ഷിച്ചുവെന്ന് ഇന്നലെയാണ് മനസ്സിലാക്കുന്നത് എന്ന് പിതാവ് പറയുന്നുണ്ട്. അതുവരെയും ശനിയാഴ്ച വരെയും ബന്ധപ്പെട്ടിരുന്നു, പക്ഷെ അതൊക്കെ യൂഷ്വൽ ടോക്കുകളായിരുന്നു എന്നാണ് അച്ഛൻ പറയുന്നത്. അഭിലാഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും, പ്രത്യേകിച്ചും ഈ സ്ത്രീധന പീഡനം നേരിടുന്ന അല്ലെങ്കിൽ ഗാർഹിക പീഡനം നേരിടുന്ന എല്ലാ ഭാര്യമാരുടെയും ആശ്രയം നഷ്ടപ്പെടുന്നത് വീട്ടുകാർ തിരിച്ചെത്തേണ്ട അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകൂ, വീട്ടുകാരുടെ സപ്പോർട്ടില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ്. പക്ഷേ ഇവിടെ അത് വ്യത്യസ്തമായി എല്ലാ പാരൻസിനും മാതൃകയായിക്കൊണ്ട് ഈ അച്ഛനും അമ്മയും തങ്ങളുടെ മകൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചു അല്ലെങ്കിൽ അരുതാത്തത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കി ആ പെൺകുട്ടിയെ കൂടെ കൂട്ടാനുള്ള, പ്രത്യേകിച്ചും വിരുന്നിന് ചെന്നതാണ്. സാധാരണയായി സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരാളാണെങ്കിൽ, സാമൂഹ്യ ജീവിതം നയിക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ അഭിമാന പ്രശ്നം വരും, ദുരഭിമാന പ്രശ്നം വരും. വീട്ടുകാർ കല്യാണം കഴിച്ചു വിട്ടിട്ട് 7 ദിവസമേ ആയുള്ളൂ, അതിനുള്ളിൽ പെൺകുട്ടി വീട്ടിൽ വന്ന് നിൽക്കുന്നു. ഈ ചിന്തകളൊക്കെ ഉണ്ടാകുന്ന മാതാപിതാക്കളാണ് നമുക്ക് ഏറെയുമുള്ളത്. പക്ഷേ അവരിൽ നിന്നുമൊക്കെ വ്യത്യസ്തനായി ഈ അച്ഛനെടുത്ത തീരുമാനം അത് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. അതിനൊരു തർക്കവുമില്ല. ഇപ്പോഴും ആ ഒരു നിലപാടിൽ തന്നെയാണ് ആ അച്ഛൻ ഉറച്ചു നിൽക്കുന്നതും എന്നുള്ളതാണ് വ്യക്തം. കാരണം അദ്ദേഹത്തിന് മകളെ കുറ്റം പറയുന്നില്ല, അവളെ ആരോ ഭീഷണിപ്പെടുത്തി ഇതൊക്കെ ചെയ്യുകയാണ് എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് തന്നെയാണ് അച്ഛൻ പറയുന്നത്. അതാണ് ഈ കേസിൽ ഈ പെൺകുട്ടി ഒരു അവസരവാദ നിലപാടെടുത്തിട്ട് പോലും
ഈ അച്ഛന് അതിൽ പതറാതെ നിൽക്കാനുള്ള എല്ലാ സാഹചര്യവും ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോഴും ആ പെൺകുട്ടിയെ അവിശ്വസിക്കാൻ അച്ഛൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം നമ്മളോട് സംസാരിച്ചത് എന്താണെന്ന് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: രാഹുലിന്റെ വീട്ടുകാർ നിർബന്ധിച്ച് അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുകയാണ്. അതുകൊണ്ട് തന്നെ, അതായത് സമ്മർദ്ദം മൂലമാണ് തൻ്റെ മകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത്രയും കടുത്ത സമ്മർദ്ദം ഒരുപക്ഷെ അവളുടെ മേലുണ്ടാകാം. ജൂൺ 1 മുതൽ അവൾ ലീവിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവൾ എവിടേക്ക് പോയി എന്നുള്ള കാര്യം പറയുന്നത്. ഇത് കാണിച്ചുകൊണ്ട് അച്ഛൻ ഇവിടെ വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ പെൺകുട്ടി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് പെൺകുട്ടി ഉണ്ടായിരുന്നത് കൊണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആ പരാതി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട്. അതിനുശേഷമാണ് പെൺകുട്ടി വീണ്ടും വരുന്നത്. ഞാനിവിടെ സുരക്ഷിതയാണ്, തന്നെ ആരും ഒളിവിൽ പാർപ്പിച്ചിട്ടില്ല, അല്ലെ തടഞ്ഞു വെച്ചിട്ടില്ല, അത്തരം കാര്യങ്ങളിലൊന്നും ആരും ആശങ്കപ്പെടേണ്ടതില്ല. തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ് ഇങ്ങനത്തെ ഒരു പ്രസ്താവന നടത്തിയത്. രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള തൻ്റെ പ്രസ്താവന തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്, ആരുടെ നിർബന്ധപ്രകാരമല്ല എന്നൊരു വീഡിയോ കൂടി പിന്നാലെ ആ പെൺകുട്ടി പുറത്തുവിടുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് പോലീസിനുള്ള ഒരു വഴിയെന്ന് പറയുന്നത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസമാണ് ഇന്റർപോളിന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി ലഭിച്ചതിൽ. ഇന്റർപോളിന്റെ ആസ്ഥാനമായിട്ടുള്ള ഫ്രാൻസിലെ ലിയോണിൽ CBI ഡയറക്ടറുടെ ബ്ലൂ കോർണർ നോട്ടീസിനുള്ള അപേക്ഷ ലഭിച്ചതായിട്ട് പോലീസിനെ അവർ ഇൻഫോം ചെയ്യുകയും ചെയ്തു. ഈ ഒരു സാഹചര്യം കൂടി എന്തായാലും കേസിലെ ഒന്നാം പ്രതിയാണ് രാഹുൽ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ഈ പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. ഇപ്പോൾ പെൺകുട്ടി നൽകുന്ന നിലപാടുകൾ അല്ലെങ്കിൽ മൊഴിമാറ്റങ്ങളൊന്നും ഗൗരവമായി എടുക്കേണ്ടതില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതേ പെൺകുട്ടി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ, കോടതിക്ക് മുന്നിൽ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ രഹസ്യമൊഴി രാഹുൽ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ പോലീസിന് തടസ്സമില്ല എന്നതാണ് പോലീസിന്റെ നിഗമനം. അതേസമയം വിചാരണയ്ക്കിടയിൽ പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടി മൊഴി മാറ്റുകയാണ് എങ്കിൽ അത് ആ കേസിനെ ബാധിക്കുകയും ചെയ്യും, ആ കേസിലെ മറ്റു നടപടിക്രമങ്ങളെ ബാധിക്കുകയും ചെയ്യും. പക്ഷേ അത് പോലീസുമായി ബന്ധപ്പെട്ട ഒന്നല്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം പൂർത്തീകരിക്കുക എന്നത് മാത്രമാണ്. അവിടെ ഈ മൊഴിമാറ്റം ഒരു തരത്തിലുമുള്ള തടസ്സവും സൃഷ്ടിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ സാഹചര്യം അങ്ങനെയാകണമെന്നില്ല. വാർത്തയുടെ വിശദാംശങ്ങളാണ് അനീഷ് കുമാറും ആജ്ഞയും നൽകിയത്. ഇടവേള.